പോയി ഈ മൊബൈൽ ഞാൻ കല്ലെടുത്ത് കുത്തിപ്പൊട്ടിക്കും. ഹലോ, ഞാൻ ഫ്രാങ്കോ. ബൈജു അല്ലേ? എന്റെ പേര് മാത്രമല്ല പലതും അറിയാം. വല്ലപ്പോഴും സിഗരറ്റ് വലിക്കും അല്ലേ? ശരിയല്ലേ? ഇവൻ ടോണി. നീ വലിക്കൂ? ഇല്ല. ഉഗ്രന ബൈജു, എടുത്തോ? വേണ്ട ബൈജു. നീയും എടുത്തോടാ. എനിക്ക് വേണ്ട. നീ അസല് പേടിക്കൂടലൻ തന്നെ. പോട്ടേടാ. അന്നാവുന്നത് കൊട എടുക്കാൻ മറന്നുപോയി സാർ. ഡേവിസൺ നിന്ന് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിന് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അവർക്കുണ്ടാവരുത്. ഭാരിച്ച പണികളൊന്നും അവരെ കൊണ്ട് ചെയ്യിക്കരുത്. വെള്ളം കോരുക, തുണി അലക്കുക, അതൊക്കെ ഞാനും മക്കളും കൂടെ ചെയ്യുന്നത് സാർ. നല്ലത്. ഡേവിസ് ചെന്നാട്ടെ. ശരി സാർ. ആഹാ, താനിതുവരെ നാക്ക കത്തിട്ടില്ലേ? അല്ല, ഇതാരപ്പാ? കെട്ടിയനും കെട്ടിയോളും കൂടി ഇതേടെ പോയതാ? ഡോക്ടറെ കാണാൻ പോയതേക്കാ. ഡോക്ടർ എന്താ പറഞ്ഞെന്ന് ഞമ്മള് പറയട്ടാ. നിങ്ങളുടെ കെട്ടിയോടെ സൂക്കോടൊക്കെ മാറിയെന്നല്ലേ? നിങ്ങളുടെ മുഖം കണ്ടാ അറിയാ. നിങ്ങളൊന്നുകൊണ്ടും ബേജാറാവണ്ടാന്ന്. പടച്ചോ നല്ലതേ പെരുത്തു. മക്കളൊക്കെ വലുതായി ജോലിയൊക്കെ കിട്ടുമ്പോ എല്ലാ കഷ്ടപ്പാടും തീരും. നിങ്ങൾ സമാധാനായിട്ട് ചെല്ല്. അവനെ കാണുന്നില്ലോ മോളെ. ഇങ്ങനൊരു അപ്പൻ അവനിങ് വരും. എന്റെ ഡേവിസേട്ടാ, അവൻ കൊച്ചുകുട്ടിയൊന്നല്ലോ. എന്നാലും ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഞാൻ വന്നു. അപ്പൻ എന്നെ അന്വേഷിച്ച് പോണ്ട. അതിന് ഞാൻ നിന്നെ അന്വേഷിച്ചിറങ്ങിയതല്ല. എന്താടാ നിനക്കൊരു പരിഭവം? എത്ര നാളെ ഒരു മൊബൈൽ വാങ്ങി തരാൻ പറയണേ? എന്റെ കൂട്ടുകാർക്കൊക്കെ മൊബൈലുണ്ട്. മൊബൈല് പോട്ടെ, ഒരു ക്രിക്കറ്റ് ബാറ്റെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? അമ്മയ്ക്ക് മരുന്ന് പോലും വാങ്ങിയിട്ടില്ല കാശില്ലാണ്ട്. കാശുണ്ടാവട്ടെ, നമുക്ക് വാങ്ങാം. സോഫി, എന്താ ഡേവിസേട്ടാ? 10-20 കൊല്ലം മുമ്പ് എന്റെ കൂടെ ഇറങ്ങി വന്നതില്. അതൊന്നും സാരല്ല ഡേവിസേട്ടാ. നമ്മുടെ വീട്ടിലും മനസമാധാനം ഉണ്ടല്ലോ. എനിക്കത് മതി.
അബ്ദുള്ളാക്ക പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികൾ വലുതാവുമ്പോ ഈ കഷ്ടപ്പാടൊക്കെ മാറും. സ്വഭാവദോഷമില്ലാത്ത 2 മക്കളെ നമുക്ക് തന്നില്ലേ കർത്താവ്? അത് തന്നെയാ നമ്മുടെ സമ്പാദ്യം. എന്താ ഡേവിസേ, തനിക്ക് പണത്തിനെന്തോ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഭാര്യയ്ക്ക് മരുന്ന്. മിസ്റ്റർ ഡേവിസ്, നിങ്ങൾക്ക് നാണമില്ലേ? ശമ്പളം മുഴുവൻ പറ്റിക്കഴിഞ്ഞിട്ട് ലോൺ എടുത്തൊക്കെ വേറെ, അതൊക്കെ നിൽക്കുമ്പോഴാ പിന്നെ അഡ്വാൻസും ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. സാറ് വിചാരിച്ച ഞാനെന്ത് വിചാരിക്കാൻ? എടോ, ഞാനിതിന്റെ മുതലാളിയല്ല, മാനേജരാ. ഒറ്റയ്ക്ക? അതെ ഏട്ടാ. നന്നായി, നിന്നെ ഒറ്റയ്ക്ക് എനിക്ക് കാണണമായിരുന്നു. എന്താ ഏട്ടാ? ഇത് നിനക്ക് വാങ്ങിക്കോടാ. താങ്ക് യു ചേട്ടാ. സ്പെഷ്യലാ, എടുത്തോ, ബുദ്ധി തെളിയും. മോളെ, അപ്പനെന്താ നേരത്തെ? ഒരു സുഖവും തോന്നിയില്ല. നേരത്തെ പണി മതിയാക്കി ഇങ്ങ് പോന്നു. അമ്മയോ? അമ്മ ഉറങ്ങാ. അപ്പൻ മരുന്ന് വാങ്ങിയോ? ഇല്ല മോളെ, പണം കിട്ടിയില്ല. കമ്പനിന്ന് കിട്ടിയില്ല, എവിടുന്നും കിട്ടിയില്ല. ഇനി എന്താ ചെയ്യാ? ആരോടാ ചോദിക്കാ? അബ്ദുള്ളക്കാട് ചോദിക്കാന്ന് വെച്ചാല് അങ്ങേരെ ആസ്പത്രിയിലാ. എനിക്കൊരു പിടിയില്ല മോളെ. ഇത് വിറ്റോ അപ്പ? എന്റെ മോൾക്ക് ആകെയുള്ളൊരു പൊന്നിന്റെ പൊടിയ. അതിലും വലുതല്ല അപ്പ അമ്മ. അമ്മയ്ക്ക് മരുന്ന് വാങ്ങണം, അവനൊരു ബാറ്റും, എനിക്കൊരു മുക്കിന്റെ കമ്മലും. പള്ളി പോണ്ടതല്ലേ അപ്പ? കൈ നീട്ട് മോനെ. താങ്ക് യു അപ്പാ. സ്നേഹമില്ലാഞ്ഞിട്ടല്ല ഇതൊന്നും വാങ്ങിത്തരാത്തത്, അപ്പന് കഴിവില്ലാഞ്ഞിട്ടാ. കൂട്ടുകാരുടെ കൂടെ പോയി കളിക്കും. നല്ല കൂട്ടുകാരും മാത്രം മതി നമുക്ക്, സമപ്രായക്കാര്. പോയി കളിക്കും. നീ രാത്രിയാവാൻ നിൽക്കണ്ട, വീട്ടിലെത്താൻ. ശരിയപ്പാ. എടാ, എനിക്ക് ബാറ്റ് വാങ്ങി. അപ്പൊ ഇതോ? ഹായ്.
എന്റെ മൊബൈല് നീ എടുത്തോ. താങ്ക്സ് ഡാ. നിനക്കെന്താ ഉറങ്ങണ്ടേ മോനെ? ഇങ്ങനെ ഗെയിമും കളിച്ചോണ്ടിരുന്നാ മതിയോ? ഞാൻ നിർത്തി അമ്മേ. നമ്മുടെ അവസ്ഥയൊക്കെ നിനക്കറിയാലോ മോനെ. നന്നായി പഠിച്ച് നല്ല നിലയിലെത്തണം. ഞാൻ നന്നായി പഠിക്കും അമ്മേ. എന്റെ മോൻ ചീത്ത കൂട്ടുകെട്ടിലൊന്നും പോയി പെടരുത്. ഉറങ്ങിക്കോ. ഈശോയേ. എന്തിനാ അച്ഛൻ കാണണമെന്ന് പറഞ്ഞത്? ഇരിയടോ ഡേവിസേ, പറയാം. ഉം. ആ ഇരിയടോ. എന്റെ പേരെന്താടോ? എന്റെ പേരെന്താണെന്ന്? ഫാദർ ഫ്രാൻസിസ് നെടുങ്കണ്ടത്തിൽ. കറക്റ്റ്. നെടുങ്കണ്ടത്തിൽ തോമസിനെ അറിയാമോ? ഇല്ല. ഇല്ലേ? ഞാനങ്ങനെ പത്രമൊന്നും സ്ഥിരമായിട്ട് വായിക്കാറില്ല. എടോ, അവൻ മന്ത്രിയൊന്നുമല്ല പത്രത്തിൽ വായിക്കാൻ. എന്റെ അനിയനാ. കുറെ ഏക്കർ റബ്ബറും കൃഷിയുമൊക്കെ ഉള്ളതാ. പറഞ്ഞിട്ടെന്താ, 2-3 കൊല്ലം മുമ്പ് കക്ഷി കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അവന്റെ മകൻ സ്റ്റീഫൻ. അവൻ അങ്ങനെ റബ്ബർ കൃഷിയുമൊക്കെ ആയി പോകുന്നു. ഈ സ്റ്റീഫൻ ആളെങ്ങനെ? അറിഞ്ഞൂടാ. അറിയാണ്ടെങ്ങനാ? അറിയണം. നല്ല തങ്കപ്പെട്ട സ്വഭാവം. കഴിഞ്ഞ അമ്പുപെരുന്നാളിന് ആ മഹത് വ്യക്തി ഇവിടെ വന്നിരുന്നു. വന്നിട്ട് ആരുമറിയാതെ ഒരു CID പണിയൊക്കെ നടത്തിയിട്ടാ അവൻ പോയത്. എടോ, എന്ത് CID പണിയാണെന്ന് ചോദിക്കടോ. എന്ത് CID പണിയാ? അല്ല, തനിക്ക് ചായ വേണോ? വേണ്ടഞ്ഞ വേണ്ട, കുറച്ചു കഴിഞ്ഞ് ഞാൻ കുടിച്ചോളാം. എടോ, തന്നെയും തന്റെ കുടുംബത്തെയും പറ്റിയാണോടോ അവൻ CID അന്വേഷണം നടത്തിയത്? താൻ കള്ളനാണോടോ? അയ്യോ അല്ല. പിടിച്ചുപറിക്കാരനാണോ? അല്ല. കാശില്ലെന്നുള്ള ഒറ്റ കുഴപ്പം മാത്രമല്ലേ തനിക്കുള്ളൂ? ഇതൊക്കെ തന്നെയാ അവനും കണ്ടുപിടിച്ചത്. ഇപ്പൊ പറയുവാ തന്റെ മോളെ അവന് കെട്ടണമെന്ന്. എന്താടോ, കെട്ടിച്ചു കൊടുക്കില്ലേ? എത്ര നേരമായി ഫ്രാങ്കോ ചേട്ടാ ഞാൻ വിളിക്കുന്നു. എന്താ ബൈജു കാര്യം? എനിക്ക് മരുന്ന് വേണം ഫ്രാങ്കോ ചേട്ടാ. അതൊന്നും ഇപ്പോ അങ്ങനെ കിട്ടാനില്ല. അയ്യോ ചേട്ടാ പ്ലീസ്, എനിക്കത് വേണം. ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം. ആ നോക്കട്ടെ, നീ വാ. ചേട്ടാ ചേട്ടാ. ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, ചേട്ടാ. എടാ, ഇത് നല്ല വിലയുള്ള സാധന. എന്നാലും നിനക്ക് ഞാൻ ശകലം തരാം. നിനക്കത് മുട്ടില്ലാതെ കിട്ടും, ഞാൻ പറയുന്നത് അനുസരിച്ചാൽ. അനുസരിക്കാൻ ചേട്ടാ. സ്കൂളിൽ നീ ഇത് രഹസ്യമായി വിൽക്കണം. പണം കൃത്യമായി നീ എനിക്ക് തരണം. അപ്പൊ നിനക്കുള്ളത് ഞാൻ ഫ്രീ ആയിട്ട് തരും. നിന്റെ ഫോണിൽ നെറ്റും ഇട്ട് തരാം, ഫ്രീ ആയിട്ട്. പോരെ? ശരി ചേട്ടാ. നിനക്കുള്ള തീ. ബൈജു, പഠിച്ച് എനിക്കൊരു എഞ്ചിനീയർ ആവണം. പഠിക്കാൻ ബുദ്ധി കിട്ടാൻ ഒരു മരുന്നുണ്ട്.
എന്താ പോയിരിക്കണേ? നിന്നെ കാത്തു നിന്നതാ. വീട്ടിൽ വെച്ച് ഈ വിഷയം പറയാൻ പറ്റില്ല. അമ്മയും ചേച്ചിയും വിഷമിക്കും. അതാ ഇവിടെ നിന്നത്. മോനെ, എല്ലാവരുടെ മുന്നിലും തലയും കുനിച്ചു നിൽക്കുക, അല്ലെങ്കിൽ കൈയും നീട്ടി യാചിച്ചു നിൽക്കുക. അങ്ങനെ ഒരു ജന്മ അപ്പന്റെ. അതിലെനിക്ക് വിഷമല്ല. പക്ഷേ നീ വീട് വലിക്കണത് കണ്ടുന്ന് ഒരാള് പറഞ്ഞപ്പോ, കുഞ്ഞായിരിക്കുമ്പോ വിളക്കിലെ തീ പിടിക്കാൻ നീ നീന്തി ചെല്ലും. അപ്പോ അമ്മ നിന്നെ എടുത്തു മാറ്റും. നീ കരയും. അത് തീയാണെന്നോ പൊള്ളുമെന്നോ നിനക്കറിയില്ല. അതുപോലെ തന്നെ ഇപ്പോഴും നീ കുട്ടിയാ. ലോകമെന്താണെന്ന് നിനക്കറിഞ്ഞൂടാ. ചതിക്കുഴികളാ ചുറ്റും. നല്ല ഇടയനായ ഈശോ എന്റെ മോനെ വഴി നടത്തട്ടെ. അമ്മേ പതുക്കെ, എന്റെ തലയിൽ പേനൊന്നുമില്ല. എന്നാലും ഞാനൊന്ന് നോക്കട്ടെ. എടി സോഫി, അടുത്ത തിങ്കളാഴ്ച ചെറുക്കനും ചെറുക്കന്റെ അളിയനും കൂടി ഇങ്ങോട്ട് വരും. അച്ഛൻ പറഞ്ഞതാ. നിശ്ചയൊക്കെ ചെറുക്കന്റെ വീട്ടില്. ക്രിസ്മസ് കഴിഞ്ഞ് ജനുവരിയിൽ കല്യാണം. അങ്ങനെ അച്ഛൻ പറഞ്ഞു. എത്ര കാലമായിടാ ഈ ബിസിനസ് തുടങ്ങിയിട്ട്? ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാറേ. കഷ്ടപ്പെട്ടിട്ട സാറ് ഞങ്ങള് ജീവിക്കുന്നത്. ആകെയുള്ളത് സൽപ്പേര. അപ്പോ വേണ്ട സാറേ, വേണ്ട സാറേ, സാറേ സാറേ. സസ്പെൻഷൻ വേണോടോ? താൻ പോലീസിന്റെ നാണക്കേട് വരുത്തലോടോ. കുറച്ചുകൂടിയൊക്കെ കൾച്ചർ ആവാം. സാർ, ഫ്രാങ്കോയെ പറ്റി ഒരു വിവരമില്ല സാർ. നമുക്ക് നോക്കാം. തന്നെ അഡ്വക്കേറ്റ് രാജൻ തമ്പി അന്വേഷിച്ചിരുന്നു. ചെല്ലേ ഫൈലി. സാർ, ഈ ഇരിക്കുന്നവന്റെ പേരെന്താ? ബൈജു. അവന്റെ തന്തയും തള്ളിയൊക്കെ അല്ല, അവന്റെ അപ്പനമ്മയൊക്കെ സിംഗപ്പൂര് പോയിരിക്ക സുഖവാസത്തിന്. ആ ഇരിക്കുന്ന ചെറുക്കന്റെ ബാഗായിരുന്നു സാർ പുതി. നീ ഇവനെ അറിയോ? അറിയും സാറേ. അവനെന്റെ ക്ലാസ്സിൽ പഠിച്ച ടിന്റുവിന്റെ ചേട്ടനാ. കഞ്ചാവ് വിൽപ്പനെ പറ്റിയൊന്നും എനിക്കറിയില്ല സാറേ. എന്റെ കുട്ടി പാവ സാറേ. രാവിലെ കടയിലേക്ക് സാധനം വാങ്ങാൻ പോയതവൻ. അവന്റെ ചേച്ചിയെ പെണ്ണ് കാണാൻ ആള് വരുന്ന ദിവസമായിരുന്നു ഇന്ന്. അപ്പോഴും ഞങ്ങളെ വെറുതെ. എടോ, പണ്ടത്തെ വൈരാഗ്യം തീർക്കാൻ ഇതല്ല വഴി. നിങ്ങൾ പോയിക്കോ ചേട്ടാ. അവനെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിടാം. അയ്യോ സാറേ, എന്റെ കുട്ടി. ചേട്ടൻ പേടിക്കണ്ട. അവൻ നിരപരാധിയാണെന്ന് എനിക്കറിയാം. അവനെ ഒന്നും ചെയ്യില്ല. നീ സിഗരറ്റ് വലിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? 2-3 തവണ വലിച്ചിട്ടുണ്ട്. അപ്പം പറഞ്ഞു പിന്നെ വലിച്ചിട്ടില്ല സാറേ. കഞ്ചാവ് വലിച്ചിട്ടുണ്ടോ? 1 തവണ. പക്ഷെ ഛർദിക്ക് വന്നപ്പോ ഞാനത് കളഞ്ഞു. ആരാ തന്നത്? ഇവനെ സാറേ. ഇവനെവിടുന്നാ കിട്ടിയത്? ഫ്രാങ്കോ ചേട്ടൻ കൊടുത്തതാവും. ടോണി, നിന്റെ ചീത്ത കൂട്ടുകെട്ട നിന്റെ അപ്പനെയും നിന്നെയൊക്കെ ഇവിടെ എത്തിച്ചത്. മയക്കുമരുന്ന് കേസിലൊക്കെ പെട്ടാലേ ജാമ്യമില്ലാത്ത കുറ്റ. കുടുങ്ങും, അറിയോ? ജയിലിൽ നിന്ന് പുറത്തിറങ്ങുണ്ടാവില്ല.
ഈ വക സാധനങ്ങളൊന്നും തമാശയ്ക്ക് പോലും ഉപയോഗിക്കരുത്. അടിമയായി പോകും. പിന്നെ ഒരു നേരം ഇത് കിട്ടിയില്ലെങ്കിൽ ഭ്രാന്ത. തൊലിക്കടിയിലും തലച്ചോറിലുമൊക്കെ ഞാഞ്ഞൂലും മൂട്ടയും ഇഴഞ്ഞു നടക്കുന്ന പോലെ തോന്നും. ബുദ്ധി വയ്ക്കും, ഭാവന ഉണരും എന്നൊക്കെ പറഞ്ഞ ഫ്രാങ്കോമാർ പാവം കുട്ടികളെ കുടുക്കലാകുന്നത്. അതിന്റെ ഇരയാ ഇവനും. അവര് തല്ലിയോ? നമ്മുടെ മോൻ എവിടെയാ ഡേവിസേട്ടാ? സോഫി, പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോട് തുറന്നിടാ. ടോണി, പാതിര കുർബാനയ്ക്ക് പള്ളിയിൽ കയറാതെ നീ ഇവിടെ വന്നിരിക്കുകയാണോ? എന്നെ മനസ്സിലായില്ല നിനക്ക്. ഞാനിവിടുത്തെ പുതിയ കൊച്ചച്ഛനാ. എന്റെ അമ്മ എല്ലാ കൊല്ലം ക്രിസ്മസിന് നിന്റെ അമ്മയെ ഞാൻ കാണിച്ചു തരാം. വാ. ദാ നോക്ക്, ഇതാ നിന്റെ അമ്മ. എല്ലാ നല്ല അമ്മമാരും മാതാവിൽ ലയിക്കും. മാതാവിൽ നിനക്ക് നിന്റെ അമ്മയെ കാണാം. നിന്റെ എല്ലാ സങ്കടങ്ങളും ഈ ക്രിസ്മസ് രാത്രിയിൽ ഞാൻ എടുത്തു മാറ്റുകയാണ്.